ലാബ്സ് MH ഒപാത് കെയർ, എറിയാട്, കാര, അസ്മാബി കോളേജ്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മെട്രോപോളിസ് ലാബ് നിങ്ങളുടെ വീടുകളിൽ വന്നു ബ്ലഡ് സാമ്പിൾ എടുക്കും. ലാലേട്ടന് ജന്മദിന സമ്മാനമായി പ്ലാവിൻ തോട്ടത്തിലെ ചക്കച്ചിത്രം. വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള, ചക്കക്കുരു, ചക്കപ്പോള, ചക്കമടൽ അങ്ങനെ ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ ലാലേട്ടന്റെ മുഖം തയ്യാറായി. പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകളും. 65-ാം വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ചെയ്തിരിക്കുന്നത് 65 ഇനം പ്ലാവുകളുള്ള തോട്ടത്തിന് നടുവിലും. ലോകത്താദ്യമായി ചക്ക കൊണ്ടൊരു ചിത്രം. തൃശൂർ വേലൂരിലെ കുർമാൽകുന്ന് വർഗീസ് തരകന്റെ ആയുർജാക്ക് ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ 97-ാം മീഡിയമായ ചക്കച്ചിത്രം ജനിച്ചത്. 8 അടി വലുപ്പത്തിൽ 2 അടി ഉയരത്തിൽ 2 തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത്. UN അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർജാക്ക് ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാടവനെയും സെയ്ദ് ഷാഫിയും സഹായികളായുണ്ടായിരുന്നു. 5 മണിക്കൂർ സമയമാണ് ഇതിന് ചെലവഴിച്ചത്. ഏകദേശം 20 ചക്കയോളം ചെലവാക്കി. അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് ആയുർജാക്ക് ഫാമിലെ വർഗീസ് തരകന്റെ സപ്പോർട്ടോടെ ചിത്രം പൂർത്തീകരിക്കാൻ പറ്റിയതെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത്. സാധാരണ മഞ്ഞച്ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീസേട്ടനെ പരിചയപ്പെടുന്നത്. ഈ വർഗീസേട്ടൻ ഇവിടുത്തെ ഒരു വലിയൊരു സംഭവമാണ്. കാരണം ഇവിടെ ഏതാണ്ട് എത്ര തരം പ്ലാവ്? 65 ഇനം പ്ലാവുകളുണ്ട്. 65 ഇനം പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത്. എത്ര വർഷമായി ഇപ്പോൾ ഇത്? ഞങ്ങള് 2008 തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് പ്ലാവ് കൃഷിയിൽ വന്നാണ്. 2015 തൊട്ട് കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം. കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ തോട്ടം കൂടിയാണ്. എൻ്റെ തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഒരു വർഷം മുന്നേ ഞാൻ 64-ാം ജന്മദിനത്തിന് ഞാൻ ഒരു പ്ലാവ് വെച്ച് മോഹൻലാൽ അവറുകളുടെ പേരിൽ പ്ലാവ് വെച്ചിട്ടുണ്ട്. ആ പ്ലാവ് വളരുകയാണ്. അപ്പോൾ അതും ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സപ്പോർട്ടാണ് ഇവിടെ കാണുന്നത്. എന്താണ് ലാലേട്ടനെ തെരഞ്ഞെടുക്കാൻ കാരണം? ഇപ്പോൾ നമ്മൾ ഈ ഒരു ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ പ്ലാവും തോട്ടത്തിൽ ലാലേട്ടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള ഒരു താല്പര്യം. അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ ഫിലിമിൽ മുഴുവൻ അദ്ദേഹം ഒരു കൃഷിക്കാരൻ്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്. ഒരു കർഷകൻ്റെ യഥാർത്ഥ റോള് അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് നടന്മാർക്ക് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഏത് ഫിലിമുകളും നമ്മൾ കണ്ടാലും ഒരു കൃഷിക്കാരനായ ഒരു കൈക്കോട്ട് തോളത്ത് വെച്ച് പോകുന്ന രംഗം, ഒരു മുണ്ട് വളച്ചു കുത്തി അദ്ദേഹം കൃഷി ചെയ്യുന്ന രംഗം, ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുന്ന രംഗം, ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന രംഗം, ഒരു കൃഷി സ്ഥലത്ത് അദ്ദേഹം നടക്കുന്ന രീതി എല്ലാം ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ്. അത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയോട് അദ്ദേഹത്തിനോടുള്ള ഒരു ബിഗ് സല്യൂട്ട്.